ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുടയൊക്കെ ചൂടി പോകുന്നത് വേറെ എങ്ങോട്ടല്ല, വണ്ടീൻ്റെ അടുത്തോട്ടാണ്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ നല്ല ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതില്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ കരാമയിലേക്കാണ്. വേറെ ഒന്നിനല്ല, ഒരു വിഷുസദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ടും അതുപോലെ തന്നെ നാളെ വിഷു ആയതുകൊണ്ടും നല്ല തിരക്കുണ്ടായിരിക്കും കരാമയിൽ. ഇന്നും നാളെയാണ് ഇവിടെ വിഷുസദ്യ കൊടുക്കുന്നത് എല്ലാ റെസ്റ്റോറൻറ്റിലും. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് നമ്മൾ വരുന്നതും. പിന്നെ പാർക്കിംഗ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അങ്ങനെ നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടി. ഫസ്റ്റ് നമ്മൾ തേപ്പൂട്ടിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ അവർ 1 hour വെയിറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മളിവിടെ എത്തിയപ്പോൾ 2:30 ആയിട്ടുണ്ടായിരുന്നു. ഇനിയൊരു 1 hour കൂടെ വെയിറ്റിംഗ് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ ബാക്കിൽ തന്നെയുള്ള പുതിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, അവിടെയാണ് കയറിയത്. അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ നമുക്കൊരു തമിഴ്നാട് സ്റ്റൈൽ സദ്യയായിരുന്നു. കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി നമുക്ക് ടേസ്റ്റ് എല്ലാം. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങി. നല്ല ഫുഡായിരുന്നു. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് സ്റ്റുഡിയോയിലേക്കാണ്. ഇവിടെ സ്റ്റുഡിയോൻ്റെ സെക്കൻഡ് ഷോറൂം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് വിഷുവിൻ്റെ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെ എത്തി ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാവർക്കും. കളക്ഷൻസ് കുറച്ച് കുറവായിരുന്നു. കിഡ്സിൻ്റെ കളക്ഷൻസ് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബില്ല് ചെയ്തിട്ട് ഇനി പതുക്കെ ഇവിടെ നിന്ന് കിടക്കാം. പിന്നെ നമുക്ക് ഒരാൾക്ക് ഒരു ഗിഫ്റ്റും കൂടെ വാങ്ങിക്കാനുണ്ട്. ഇവിടെ തന്നെ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ ഷോപ്പിലും കൂടെ നോക്കിയിട്ട് നല്ലത് ഏതാണെന്ന് നോക്കി കമ്പയർ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് നേരെ നമ്മൾ വേറെ 1-2 ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഫൈനലി നമ്മൾ സ്റ്റുഡിയോയിലേക്ക് തന്നെ തിരിച്ചു പോയിട്ട് അവിടെ നിന്ന് നേരത്തെ നോക്കി വെച്ച ഡ്രസ്സ് തന്നെ എടുത്തു. എന്നിട്ട് നമ്മൾ അത് വാങ്ങിയിട്ട് അവിടെ നിന്ന് പോന്നു. അങ്ങനെ ഫുഡ് കഴിക്കലും ഷോപ്പിങ്ങും എല്ലാം കൂടെ കഴിഞ്ഞ് വന്നപ്പോൾ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, നമുക്ക് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ വിഷു സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ വിഷു സെലിബ്രേറ്റ് ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.